നമസ്കാരം. എല്ലാവർക്കും ഇവോൾവിംഗ് ട്രെയിൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസ നേരുന്നു. ഇന്ന് നമ്മൾ ഒരു വീഡിയോ പോഡ്കാസ്റ്റിലൂടെയാണ് പോകുന്നത്. അടുത്ത കുറച്ച് എപ്പിസോഡുകളും വീഡിയോ പോഡ്കാസ്റ്റുകൾ തന്നെയായിരിക്കും. നമ്മളിന്ന് ഈ ഒരു വിഷയം സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പുതുവത്സര ദിനങ്ങളിൽ ഇതിന് വളരെയധികം പ്രസക്തിയുണ്ട്. പുതുവത്സരത്തിനും അതിനോടനുബന്ധിച്ച ദിനങ്ങളിലും ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോകത്തിലുള്ള ഏറ്റവും അധികം ആളുകൾ എടുക്കുന്ന ഒരു ദൃഢപ്രതിജ്ഞ, ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ഞാനും ഇതുപോലെ ഈ ദൃഢപ്രതിജ്ഞ ഒരുപാട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് സംഭവം എന്നുള്ളത്. അമിത മദ്യപാനം അല്ലെങ്കിൽ അമിത മദ്യപാനാസക്തി എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പുതുവത്സരത്തിലും നമ്മളിത് കേട്ട് തഴമ്പിച്ചിട്ടുണ്ട്. പല കോമഡി സ്കിറ്റുകളിലും കണ്ടിട്ടുണ്ട്, പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും. നമ്മളെടുക്കും, ഇനി മുതൽ ഈ 1-ാം തീയതി മുതൽ ഞാൻ മദ്യപിക്കില്ല എന്ന് വളരെ ദൃഢമായൊരു പ്രതിജ്ഞ നമ്മളെടുക്കും. മിക്ക സമയങ്ങളിലും മിക്കപ്പോഴും ഈ സംഭവം പാളിപ്പോയിട്ടുണ്ട്. ഞാനും ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രതിജ്ഞകൾ എടുത്തു. എല്ലാവരോടും സത്യം ചെയ്തു. പുസ്തകങ്ങളിൽ തൊട്ട് സത്യം ചെയ്തു, മാതാപിതാക്കളോട് സത്യം ചെയ്തു, ഭാര്യയോട് സത്യം ചെയ്തു. ഇതെല്ലാം കണക്ക് നടന്നിട്ടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് നിർത്തണം എന്നുണ്ടായിരുന്നു. പക്ഷേ എവിടെയോ വെച്ചിട്ട് ചീട്ടുകൊട്ടാരം പൊട്ടി വീഴുന്ന പോലെ ധും എന്നും പറഞ്ഞ് സാധനം അങ്ങോട്ട് വീണു. ഇതാണ് മിക്കപ്പോഴും സംഭവിക്കാറുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് അമിത മദ്യപാനാസക്തി എന്ന് പറയുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, സ്ഥിരമായി വളരെ കൂടിയ അളവിൽ മദ്യപിക്കുകയും സ്വയം മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയും ആണ് നമ്മൾ അമിത മദ്യപാന ആസക്തി എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. അല്ലെങ്കിൽ ഇതൊരു രോഗമാണ് എന്ന് പലരും പറയുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഒരു രോഗം, അമിത മദ്യപാനാസക്തി ഒരു രോഗമാണ് എന്ന് പറയുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ രോഗത്തെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? മറ്റുള്ള രോഗങ്ങൾക്കുള്ള പോലെ തന്നെ ഇതിനും പല പല ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇപ്പോൾ പല ക്യാൻസറിനും അതിൻ്റേതായ പുറത്തേക്ക് വരുന്ന നമുക്ക് കാണാൻ കഴിയുന്ന പല സംഭവങ്ങളുണ്ടാവും. ഒരു ചുമ വന്നു കഴിഞ്ഞാൽ ആ ചുമച്ച് നമ്മൾ വരും. ജലദോഷം വന്നാൽ മൂക്കെല്ലാം ഒലിച്ചിറങ്ങുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു അമിത മദ്യപാന ആസക്തി എന്ന രോഗം ബാധിച്ച ഒരാൾക്ക് വരുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം. കുറച്ച് പേർ ചേർന്ന് മദ്യപിക്കുകയാണെന്ന് വിചാരിച്ചു. ബാറിൽ പോയി മദ്യപിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു 2-3 പെഗ് കഴിച്ചിട്ട് നിർത്താൻ തീരുമാനിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഇഷ്ടൻ ഇങ്ങനെ ഒരു സംഭവം പറയും, എല്ലാവർക്കും ആയോ, ഓക്കെ അല്ലേ, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കും. എല്ലാം സെറ്റാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറെ വിളിക്കും, ബില്ലെടുത്തോളൂ എന്ന് പറയും. എൻ്റെ കൂടെ ഒരു കാര്യം കൂടെ അങ്ങ് പറയും, ചേട്ടാ ഒരു പെഗ് കൂടി എടുത്തിട്ട് ബില്ലടിച്ചോ. ഇതാണ് ഒരു കാര്യം. ഇത്തരക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം അവർ. പിന്നെ മറ്റ് ചില കാര്യങ്ങൾ പറയാം. ഒരു ഞായറാഴ്ച പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതിയെ രാവിലെ ഇറങ്ങുന്നു, ഒന്ന് ബാറിലേക്ക് പോകുന്നു, ഒരു കള്ളുകൂടിയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നിൽപ്പനടിക്കുന്നു. അപ്പോഴത്തേക്കും നമുക്കൊരു റിലാക്സ്ഡായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കടിക്കുന്നു. അപ്പോൾ ഒരു ഉശിരൊക്കെ അങ്ങോട്ട് വയ്ക്കും. ഉശിരൊക്കെ വെച്ച് കഴിയുമ്പോൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി ചിലരൊരു സിഗരറ്റൊക്കെ കത്തിച്ച് പുറത്ത് നിന്ന് നമ്മുടെ കൂടപ്പുറപ്പിനെ അങ്ങ് പുറത്തേക്ക് എടുക്കും. ഈ മൊബൈൽ ഫോൺ അതെടുത്തിട്ട് ഒരു വിളിയാണ്. ആരേന്നൊന്നുമില്ല, ഇങ്ങനെ നോക്കും, ഒരാളെ അങ്ങോട്ട് വിളിക്കും. വിളിച്ചിട്ട്, ഹലോ നീ എവിടെയാടാ? എന്താ പരിപാടി, ചുമ്മാ ഇരിക്കണോ, ഇങ്ങോട്ട് വാ ഞാനിവിടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ കൂട്ടർ വരികയായി, നീ ഇവനെയും കൂടെ വിളിച്ചോട്ടോ, നമ്മുടെ സന്തോഷിനെ കൂടെ വിളിച്ചോ, അല്ല ആലുവിനെയും കൂട്ടിക്കോ, നമുക്ക് ഇവിടെ ഇരുന്ന് കൂടാം, ഇങ്ങോട്ട് പോരെ, എൻ്റെ ചിലവ് ഈ എന്തുട്ടാ ഇഷ്ടാ, കാശൊക്കെ എന്തുട്ടാ, ഇന്ന് വരുന്ന നാളെ നീ ഇങ്ങോട്ട് വാന്നേ, വെറുതെ ഇരിക്കുകയല്ലേ, ഇങ്ങോട്ട് വിളിച്ചു വരുത്തലേ. ഇവർ വരുന്നു, സന്തോഷ് വരും, ലാലു വരും, ഇവരെല്ലാവരും കൂടി ഇരുന്ന് മദ്യപിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഈ സന്തോഷം ലാലുവൊക്കെ പതിയെ, ചിലപ്പോൾ സന്തോഷമായിരിക്കും, ഇത്തിരി കഴിഞ്ഞിട്ട് അയ്യോ ഈ ഭാര്യ ഭക്ഷണം വെച്ച് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ, ഞാനൊന്ന് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ ആ ചെകുത്താൻ ആകെ പ്രശ്നമാക്കും. ഇയാളങ്ങോട്ട് പോവും.
അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ലാലുവിൻ്റെ കുറച്ച് കൂട്ടുകാരിങ്ങ് വരും. ലാലു അവിടെ ഇവരെ വിളിക്കുന്നു. അപ്പോൾ ഉടനെ നമ്മുടെ ഇഷ്ടൻ പറയേ, ഇവിടെ ഇരിക്കുക, എന്തിനാ പറഞ്ഞ് ഇരിക്കണേ, കസേര ഉണ്ടല്ലോ. ഇരിക്കുന്നു, തുടരുന്നു. കുറച്ച് കഴിയുമ്പോൾ കൂട്ടുകാരും പോവും, ലാലുവും പോവും. ഇതിനിടയ്ക്ക് വേറെ കുറച്ച് ഇഷ്ടന്മാരെ കയറി വന്നിട്ടുണ്ടാവും, അവരിരിക്കും. ഇങ്ങനെ ഈ പോക്ക് ഒരു പക്ഷേ വൈകുന്നേരം വരെ ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇതെല്ലാം പോയി ഏറ്റവും അവസാനം ഈ രാവിലെ വന്ന ആൾക്കാരെല്ലാം മാറി മാറി പോവും. ഈ ടേബിളിൽ ഇരിക്കുന്ന മാറാത്ത ഒരേ ഒരു സംഭവം ഉണ്ടാവുള്ളൂ, ഈ പറയുന്ന കള്ളുടിയൻ. ഇയാൾ അവിടെ തന്നെ ഇതുപോലെ തന്നെ സംഭവിക്കുന്ന കുറച്ച് മറ്റു ചില രസകരമായ കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവന്മാർക്കൊന്നും ഒരു കൺട്രോളില്ല, യാതൊരു ബുദ്ധിയില്ല, മണ്ടന്മാരാണ് ഇവരെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയൊന്നല്ല. ഇപ്പോൾ സ്വന്തം വിവാഹ വാർഷികം മറന്നാൽ പോലും ഒരു വർഷത്തിലുള്ള ഡ്രൈ ഡേ ഏതാണെന്ന് നമ്മൾ ഓർക്കില്ല. നോക്കിക്കോ, PSC പരീക്ഷയ്ക്ക് ഈ ദിവസങ്ങൾ വെച്ച് മാത്രം ഒരു ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാലുണ്ടല്ലോ, 1ാം റാങ്ക് കിട്ടിയ കുടിയന്മാരെ തട്ടിയിട്ട് നാട്ടിൽ കൂടെ നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഒക്ടോബർ 1, ഒക്ടോബർ 2 ശ്രീനാരായണ ഗുരു ജയന്തി, സമാധി, ഈ വക സംഭവങ്ങളെല്ലാം എന്നത്തേക്കാണെന്ന് ഓർമ്മയുണ്ടാവും. എന്നത്തേക്കാണെന്ന് ഓർമ്മയുണ്ടെന്ന് മാത്രമല്ല, കാലേ കൂട്ടി കണ്ട് ഇതിനെല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്ത് സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടും ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേ രസകരമായ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് ഇത്തരം ആൾക്കാരിൽ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നതൊന്നും ഒരു സാധാരണ ഒരു മദ്യപാനിയെക്കുറിച്ചിട്ടല്ല. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട്. മദ്യപിക്കുന്നവരെല്ലാം അമിത മദ്യാസക്തി ഉള്ളവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ പലതരത്തിലുള്ള മദ്യപാനികളെ കണ്ടിട്ടുണ്ടാവും. അതിൽ കൂടുതൽ കണ്ടുവരുന്ന ആണ് കാഷ്വൽ ഡ്രിങ്കേഴ്സ്. കാഷ്വൽ ഡ്രിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുന്നു, അപ്പോൾ അവർ മദ്യം കഴിക്കുന്നു, സുഹൃത്തുക്കളുടെ ഒപ്പം കൂടുന്നു, അവർക്ക് എപ്പോൾ നിർത്തണമെന്നറിയാം. അതിന് മേലെ ആര് നിർബന്ധിച്ചാലും അവർ കഴിക്കില്ല. അവർക്ക് ആ ഒരു വിൽ പവർ ഉണ്ട്, അവരത് വിട്ട് എങ്ങോട്ടും പോവില്ല. ഈ കൂട്ടരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഈ കാഷ്വൽ ഡ്രിങ്കേഴ്സിലുള്ളവർ ദിവസവും മദ്യപിക്കുന്നവരായിരിക്കും, പക്ഷേ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു എമൗണ്ടിലായിരിക്കും ഇവർ കഴിക്കുക. 1 പെഗ് അല്ലെങ്കിൽ 1 പെഗോ 2 പെഗോ ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കഴിക്കുക. ചില ഫങ്ഷൻസിൽ അവർ ചിലപ്പോൾ ഈ 2 പെഗ് എന്നുള്ളത് 4 പെഗ് ആക്കുകയുണ്ടാവും. എന്നാലും അവർ സാമൂഹികമായിട്ടുള്ള കടമകളൊന്നും മറന്നു പോകത്തില്ല. അവർക്ക് എല്ലാത്തിനെയും കുറിച്ചൊരു ബോധം ഉണ്ടാവും. വണ്ടി ഓടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ടാക്സി വിളിച്ച് വീട്ടിൽ പോകും. ഇങ്ങനെയെല്ലാം ചെയ്യുന്നവരുണ്ട്, അവർക്ക് നിർത്താൻ പറ്റും. ഇനി വേറൊരു കൂട്ടം മദ്യപാനികളുണ്ട്, അവർ പ്രോബ്ലമാറ്റിക് ഡ്രിങ്കേഴ്സ് എന്നാണെന്ന് പറയാം. അപ്പം ഇവർ വളരെയധികം കൂടിയ അളവിൽ മദ്യപിക്കുന്നവരാണ്. കഴിക്കുന്ന സമയത്ത് ഇവർ വളരെയധികം കുടിക്കും, വളരെയധികം മദ്യപിക്കും, വളരെയധികം. ചിലപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്താണെങ്കിൽ അവിടുത്തെ സെൻറ്റർ ഓഫ് അറ്റൻഷൻ ഇവരായിരിക്കും. പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർക്കും പിറ്റേ ദിവസം എഴുന്നേറ്റാൽ ഒരു പക്ഷേ ഇവർക്ക് മദ്യപിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. ഇവർക്ക് പിറ്റേ ദിവസം ആ ഒരു ക്രേവിങ് വരില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു നമ്മളൊരു ചികിത്സയുടെ ആവശ്യമോ അങ്ങനെ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ എന്നാലും ഈ അമിത മദ്യപാനം മൂലമുണ്ടാകുന്ന പല രോഗങ്ങളും ഇവർക്ക് വന്നു ചേരാം. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, ഇവരെയാണ് നമ്മൾ ആൽക്കഹോളിക്സ് എന്ന് വിളിക്കുന്നത്. ഈ കൂട്ടരെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ എപ്പിസോഡും ഇനി വരുന്ന എപ്പിസോഡുകളും സംസാരിക്കാൻ പോകുന്നത്. ആൽക്കഹോളിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ അമിതമായ രീതിയിൽ മദ്യം കഴിക്കുകയും മദ്യം നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിർത്തണമെന്ന ആഗ്രഹമുണ്ടാവും, ചിലർക്ക് നിർത്തണമെന്ന ആഗ്രഹവും ഉണ്ടാവില്ല. രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ട ഒരാൾ, ഒരു ആൽക്കഹോളിക് അല്ലെങ്കിൽ ഒരു അക്യൂട്ട് ഡ്രിങ്കിങ് ഡിപ്പെൻഡൻസി ഡിസോർഡർ അല്ലെങ്കിൽ അക്യൂട്ട് ആൽക്കഹോളിക് ഡിപ്പെൻഡൻസി ഡിസോർഡറിലേക്ക് എത്തിപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും താനൊരു മദ്യപാനിയാണ് എന്ന് സമ്മതിക്കാൻ കഴിയില്ല. അത് അവരുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു കഴിവുകേടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു രോഗം എന്ന് വിളിക്കുന്നത്. ഈ അക്യൂട്ട് ആൽക്കഹോളിക് ഡിപ്പെൻഡൻസ് വന്ന ആളുകൾക്ക് അവരെ സംബന്ധിച്ച് ഇവരിലും പല കൂട്ടരുണ്ട്. അതിൽ നമുക്ക് ഇവരെല്ലാം ഒരുപക്ഷെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന വഴികളുമുണ്ട്. നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ അതിനെപ്പറ്റി സംസാരിച്ചു പോകും. ഇതിലൊരു പ്രത്യേക കൂട്ടരുണ്ട്, ഹൈ ഫങ്ഷനിങ് ആൽക്കഹോളിക്സ് എന്ന് പറയും. ഈ ഹൈ ഫങ്ഷനിങ് ആൽക്കഹോളിക്സ് എന്ന് പറഞ്ഞാൽ ഇവർ ബാക്കിയുള്ള എല്ലാ കടമകളും നടത്തും, വീട്ടിലെ കാര്യങ്ങൾ നോക്കും, സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കില്ല, പക്ഷേ ഇവരെന്നും മദ്യപിച്ചുകൊണ്ടിരിക്കും.
വളരെ കൂടിയ അളവിൽ തന്നെ മദ്യപിക്കും. പലപ്പോഴും ഇത്തരക്കാരെ സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബക്കാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. ഇവരൊരു അമിത മദ്യപാന ആസക്തി എന്ന രോഗം ബാധിച്ച ഒരാളാണ്, ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. ഇത്തരക്കാർക്ക് എന്ത് വന്നാലും ആദ്യം പറഞ്ഞ ആൽക്കഹോളിക്സിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് ഈ ഹൈ ഫങ്ഷനിങ് ആൽക്കഹോളിക്സ് എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു ചികിത്സയുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച് പോകുന്നത് ഇത്തരത്തിലുള്ള ആൽക്കഹോളിക്സ് എന്ന ആളുകളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. ആരാണ് അമിത മദ്യപാനാസക്തി എന്ന രോഗത്തിന് അടിമപ്പെട്ട ഒരാൾ? കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ മദ്യപാനികളിൽ ഏകദേശം 5-6% വരെ ആളുകളാണ് ഈ പറയുന്ന ഒരു രോഗത്തിന് അല്ലെങ്കിൽ അടിമത്തത്തിന് അടിപ്പെട്ടിരിക്കുന്നവർ. ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സംസാരിച്ചതുപോലെ തന്നെ മദ്യത്തിൽ നിന്നും മാറി നിൽക്കാൻ പറ്റില്ല ഇവർക്ക്. ഒരു ദിവസം കഴിക്കുന്നു, വളരെ കൂടിയ അളവിൽ കഴിക്കുന്നു, പിറ്റേ ദിവസം ഇവർക്ക് കണ്ടിന്യൂ ചെയ്തു പോകണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് തന്നെ വരുന്ന ഒരു സംഭവമുണ്ട്. ഇത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താം എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് നാളങ്ങ് കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു 1 മാസമായിരിക്കാം, 2 മാസമൊക്കെ ആയിരിക്കാം, ചിലർക്ക് ഒരാഴ്ചയായിരിക്കാം, ചിലർ വർഷങ്ങൾ വരെ കഴിക്കാതിരിക്കും. വേണ്ട എന്ന് വെച്ചിട്ടങ്ങ് പോകും. ഈ പോകുന്ന സമയത്ത് ഇവരുടെ വിചാരം, ഈ കോൺഫിഡൻസ് ഒരു ഓവർ കോൺഫിഡൻസ് ആയി മാറും. ഈ ഓവർ കോൺഫിഡൻസ് ആയി മാറുന്ന സമയത്താണ് ഇവർക്ക് ഈ പതിയൊരു പപ്പും പൂടിയൊക്കെ വെച്ച് ശരീരമൊക്കെ അങ്ങ് ശരിയായി വരുന്ന സമയത്ത് ഞാൻ ഇത്രയും നാളും പിടിച്ചു നിന്നല്ലോ, ഇനി കുഴപ്പമൊന്നുമില്ല, ഞാനൊരു 2 പെഗ് അങ്ങനെ അങ്ങ് പോവാണ്. അത് 2 പെഗിലേക്ക് കയറുന്നു, ആദ്യത്തെ ഒരു പെഗ് കഴിക്കുന്നു, പിന്നെ 2ാമത്തെ പെഗിലേക്ക് കയറുന്നു, ഇത് പതിയെ കയറും. പിന്നെ ഇവർക്ക് നിർത്താൻ പറ്റില്ല. വീണ്ടും ഇവർ 1-2 മാസം ഈ മദ്യപാനത്തിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിനാണ് നമ്മൾ ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. ഏറ്റവും അപകടകരമായ അവസ്ഥയാണ് ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു മദ്യപാന രീതിയും കൂടിയാണത്. ഇതുപോലെ മറ്റൊരു സംഭവമുണ്ട് ഇവർക്ക്. പ്രൊഫസർ ഡോക്ടർ ജോൺസ് കെ മംഗലത്തിൻ്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ഈ അമിത മദ്യപാന ആസക്തി എന്ന രോഗം ബാധിച്ചിരിക്കുന്ന ആൾക്കാർക്ക്, മറ്റുള്ളവർക്കും ഉണ്ട്, പക്ഷേ ഇവരിൽ ഇത് കൂടുതലായി കാണും. ഈ ഞാനാരാ മോൻ എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. ലോകത്തിലെ ഏറ്റവും അറിവുള്ള വ്യക്തി ഇവരായിരിക്കും. ഇവരെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു കൂട്ടത്തിൽ കൂടി നിന്ന് കഴിയുമ്പോൾ കുറച്ച് ഒരു 2-3 അടിച്ച് കഴിയുമ്പോൾ ഇവരങ്ങോട്ട് ഉഷാറായി കഴിഞ്ഞ് കഴിയുമ്പോൾ വേറൊരാൾക്കുള്ളൊരു വിഷമം. പിന്നെ ഇത് ഇവൻ്റെ വിഷമമാണ്, ഈ കള്ളുടീൻ്റെ വിഷമമാണ്. അവൻ പറയും അവൻ വഴിത്തർക്കം, അതാകെ പ്രശ്നമായി. വില്ലേജ് ഓഫീസർ എന്ത് പറഞ്ഞിട്ടും അടുക്കണില്ല, ആകെ ഇഷ്ടമായിട്ടിരിക്കുക. നീ എന്താണ് ഈ പറയണേ? വില്ലേജ് ഓഫീസറോ? അവനും ഞാനും ഒക്കെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാ, നമുക്ക് ഇപ്പം ശരിയാക്കി തരാം. ഒരു ഫോൺ എടുക്കുന്നു, കുത്താൻ നോക്കുന്നു, അപ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലായി ഇതൊക്കെ വെറുതെ ഉള്ള ഗീർവാണമാണെന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ഇതിലെ പതിയെ അങ്ങ് മാറ്റും. ബാക്കിയുള്ളവർ അവരുടെ കള്ളുടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവനെ അങ്ങോട്ട് അങ്ങ് പോയിക്കൊണ്ടിരുന്നോളൂ. ഇത് ഇവരുടെ ഒരു സ്വഭാവ സവിശേഷതയാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷണമാണ് ഇങ്ങനെയുള്ളവർക്ക്. പിന്നെയുള്ളതാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ രോഗം ബാധിച്ചവരെ, രോഗത്തിന് അടിമപ്പെട്ടവരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ എളുപ്പത്തിൽ പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യും. അതായത് മദ്യപിക്കാൻ ഉണ്ടായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ, പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നറിഞ്ഞാൽ ഇവർ എന്ത് കാരണം ഉണ്ടാക്കിയെടുക്കും. ഭാര്യ ഭക്ഷണം വയ്ക്കുന്നത് ശരിയാകുന്നില്ല, ഭാര്യ എന്നെ നോക്കുന്നില്ല, അമ്മ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എനിക്ക് വീട്ടിലൊരു വിലയില്ല, ഇത്തരം പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. ഓഫീസിലെ ടെൻഷൻ, അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു, ഓരോ ദിവസവും എന്തെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതുകൊണ്ടൊന്നും അല്ല ഇദ്ദേഹം മദ്യപിച്ചത് അയാൾക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ്. പക്ഷേ പുറത്ത് പറയാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അടുത്തതാണ് നുണ പറയുക എന്നുള്ളൊരു സംഭവം. നല്ല ആസൽ വെടിപൊട്ടിക്കുകയല്ല, നുണ പറയും. അത് ഈ മാനിപ്പുലേഷനും നുണ പറച്ചിലുമൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടാം. ഇപ്പോൾ സാധനമുണ്ടോ, 1-ാം തീയതി ആകുമ്പോൾ ഭാര്യയ്ക്കും അറിയാം, കുറച്ച് നാളൊക്കെ ആയല്ലോ ഇത് കാണുന്നു. ഇപ്പോൾ തേടി പിടിച്ചല്ലോ, എവിടെയാണ് സാധനം ഒളിപ്പിച്ചേക്കണേ? എന്താ പറയണേ, എൻ്റെ കയ്യിലൊന്നുമില്ല, അതിനുള്ള കാശൊന്നുമില്ല, ഞാൻ എടുത്തിട്ടൊന്നുമില്ല എന്ന് പറയും. ആശാനിത് സംഭവം നേരത്തെയൊക്കെ മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ഫ്ലഷിൻ്റെ അകത്തോ, അല്ല ഇപ്പോൾ ഇതൊക്കെ എല്ലാവരും കണ്ടുപിടിച്ച് തുടങ്ങിയപ്പോൾ പല രീതികളിലേക്ക് പോകും. കട്ടിലിൻ്റെ അടിയിൽ, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടിയ ആൾക്കാരൊക്കെ ഉണ്ട്, കാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാറിൻ്റെ സ്പെയർ ടയറിൻ്റെ അടിയിൽ. പിന്നെ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പിടിച്ച് വന്നു കഴിയുമ്പോൾ ഒരു സംഭവമുണ്ട്, തൊട്ടപ്പുറത്തെ പൊന്തക്കാട്ടി കൊണ്ടുവയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇവർ
ഒന്നുമില്ല എന്ന് പറയും, സാധനമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ സത്യം ചെയ്യൽ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതൊരു നുണയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക്. പിന്നെ മദ്യപിച്ച് കഴിഞ്ഞിട്ടുള്ള ഓവർ കോൺഫിഡൻസ്, അതുവരെ ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലാതിരുന്ന ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പപ്പും കൂടെ വയ്ക്കുന്നു, ഇവനാൾ ഞാനാരാ മോൻ സംഭവമൊക്കെ അങ്ങോട്ട് വരുന്നു. ഓർമ്മക്കുറവ് വളരെയധികം ഉണ്ടാവും. ഇത് ഈ ഒരു രോഗത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ രോഗത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഓർമ്മക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, വീട്ടിലെ കാര്യങ്ങൾ മറന്നു പോവുക, മറ്റൊരാളോട് പറഞ്ഞ് ദിവസത്തെക്കുറിച്ച് പൈസ കടം വാങ്ങിച്ചതാണെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള ദിവസത്തെക്കുറിച്ച് മറന്നു പോവുക, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ മദ്യപിച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ട് മദ്യപിക്കുന്ന പരിപാടിയുണ്ട്. അമിതമായി ദേഷ്യം വരലുണ്ട് ഇവർക്ക്. എന്ത് പറഞ്ഞാലും തൊട്ടതിനും പിടിച്ചതുമൊക്കെ ദേഷ്യമാണ്. ഇവർ മനഃപൂർവ്വമല്ല ഈ അമിത മദ്യപാന ആസക്തി എന്ന രോഗത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരാളും അവർ മനഃപൂർവ്വം മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതല്ല. അവർക്ക് പലർക്കും, ഇതിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഈ മദ്യപാനം നിർത്തണം എന്ന അതിയായ ആഗ്രഹം ഉള്ളിൽ നിന്നുണ്ട്. പക്ഷേ അവിടെയാണ് നമ്മളിത് രോഗമെന്ന് പറയാൻ കാരണം. ഇവർക്ക് സ്വന്തമായി ഇത് ചെയ്യാൻ കഴിയില്ല. ഇത് കഴിയാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിന് പല പല കാരണങ്ങൾ നമ്മുടെ മെഡിക്കൽ ഫീൽഡ് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ടോളറൻസ് ലെവൽ കൂടുന്നു, പിന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഡോപ്പമീൻ അളവ്, മദ്യം കഴിച്ച് കഴിയുമ്പോൾ ഡോപ്പമീൻ്റെ അളവ് കൂടുതലായി ശരീരത്തിലേക്ക് ഇടക്കി വിടുന്നു. ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഇറക്കി വിടുന്നു. അപ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ, നമ്മുടെ തലച്ചോറ് തന്നെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണ്, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇവന് സന്തോഷം കിട്ടും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എനിക്ക് മദ്യപിക്കണ്ട, ഇത് വളരെ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്ന് വിചാരിച്ചാലും നമ്മൾ ഇന്ന് കഴിച്ച് രാവിലെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. ഇതിൽ നിന്ന് മാറ്റം കിട്ടാനായിട്ട് എന്ത് ചെയ്താലും, നമ്മൾ ഇപ്പോൾ കളിക്കാൻ പോയി എന്തൊക്കെ ചെയ്യാൻ പോയാലും നമ്മൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. ഈ അവസ്ഥയിൽ ശരീരത്തിന് മദ്യം കിട്ടിയേ പറ്റുള്ളൂ എന്ന് വരും. പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമാണ്, ഈ അമിതമായി മദ്യപാന ആസക്തിയുള്ളവർ എന്നും മദ്യപിച്ച് പോകുന്ന ആൾക്കാരോട് പറയുന്നൊരു സംഭവമുണ്ട്. ഉപദേശങ്ങളൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ നാട്ടിൽ, അതിനൊന്നും ഒരു കുറവുണ്ടാവില്ല. അവനെന്താ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയതാ, അല്ലെങ്കിൽ അവൻ്റെ 2 പെടയുടെ കുറവാണ്, അവൻ്റെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലാഞ്ഞിട്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, മദ്യപിക്കുന്നവരിൽ ഏകദേശം 5-6% പേർക്ക് മാത്രമേ ഈ ഒരു അവസ്ഥ വരുന്നുള്ളൂ. ഇവരെയാണ് നമ്മൾ പറഞ്ഞ പല മദ്യപാനികളുടെ കാര്യം പറഞ്ഞപ്പോൾ ആൽക്കഹോളിക്സ് അല്ലെങ്കിൽ അക്യൂട്ട് ആൽക്കഹോളിക് ഡിപ്പെൻഡൻസ് ഡിസോർഡർ അതിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇവരാണ്. ഇത് പലപ്പോഴും പലരും പറഞ്ഞ് പല രീതിയിൽ നിർത്താൻ നോക്കുന്നു. ചിലപ്പോൾ ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ പോകുന്നു, ഫലപ്രദമാവാറുണ്ട്. പല നല്ല ഡി അഡിക്ഷൻ സെൻറ്ററുകളുണ്ട്, അതെല്ലാം ഫലപ്രദമാവുന്നുണ്ട്. ചിലർക്ക് അപ്പോഴും നിർത്താൻ പറ്റാതെ വരുന്നു. വീട്ടിൽ തന്നെ എല്ലാവരും ഉപദേശിച്ച് കൊടുത്ത് നിർത്താൻ നോക്കുന്നു, ഇയാൾ നിർത്തുന്നു. പിന്നീടും ചിലപ്പോൾ ഒരു 3-4 ആഴ്ച ഇയാൾ കഴിക്കാതിരിക്കുന്നു, പിന്നീട് എവിടെയെങ്കിലും വെച്ച് വീണ്ടും നമ്മൾ കഴിച്ചു പോകുന്നു. ഇതിനാണ് നമ്മൾ റിലാപ്സ് എന്ന് പറയുന്നത്. ഈ റിലാപ്സ് ആൽക്കഹോളിക്സിൻ്റെ ഇടയിൽ ഒരുപാടുണ്ടാകുന്നൊരു സംഭവമാണ്. നമ്മുടെ ഈ ഒരു എപ്പിസോഡുകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് ഒരു അമിത മദ്യപാന ആസക്തി എന്ന രോഗം എന്താണ് എന്നുള്ളതാണ് സംസാരിച്ചത്. ഇതുപോലെ തന്നെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഈ അമിത മദ്യപാനാസക്തിയുള്ള ഒരാളെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ അമിത മദ്യപാന ആസക്തിയുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത്. പക്ഷേ ഇത് നിർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ വേണ്ടത് ഞാനൊരു മദ്യപാനിയാണ് എന്നുള്ള കാര്യം സ്വയം മനസ്സിലാക്കുക, സ്വയം ഒരു അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ മദ്യപാനികളെ തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് വരും. മദ്യപാനിയല്ല, അമിത മദ്യപാന ആസക്തി ഉള്ളൊരു വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ എങ്ങനെ അവലോകനം ചെയ്ത് തിരിച്ചറിയാം എന്നുള്ളത് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ പറയും. പല പല മെത്തേഡ്സ് ഉണ്ട്, അതിന് പല പല വഴികളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനൊരു പ്രതിവിധി ഉണ്ടോ, പ്രതിവിധിയുണ്ട്, ഇതിനൊരു നിർത്താൻ ഒരു വഴിയുണ്ട്, ഒന്നല്ല ഒരുപാട് വഴികളുണ്ട്. അതിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം ഇത് നമ്മൾ സംസാരിക്കും. ഇത് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ സപ്പോർട്ട് സിസ്റ്റമാണ് വേണ്ടത്. കാരണം മറ്റുള്ള രോഗത്തിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം, ഇപ്പോൾ ഒരു ക്യാൻസർ ബാധിച്ച ഒരാളോട് നമുക്കൊരു സഹാനുഭൂതി ഉണ്ടാവും. ഈ സഹാനുഭൂതി
ഒരു പക്ഷേ ഒരു മദ്യപൻ്റെ കാര്യത്തിൽ, അമിത മദ്യപൻ്റെ കാര്യത്തിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണ്ടൻറ്റ്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഷെയർ ചെയ്യുക, മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുക. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോകൾ കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതുവത്സരാശംസ തീരുന്നു. നമസ്കാരം.